ഹർജി അത് സാധാരണ പ്രോസസ് അനുസരിച്ച് ആദ്യം കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിക്കുക. ആ കസ്റ്റഡി അപേക്ഷ എന്ന് പരിഗണിച്ചു. രഞ്ജിത്തിനെ 3 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ജാമ്യ ഹർജി ഇന്ന് പരിഗണിച്ചിരുന്നില്ല. അത് ചൊവ്വാഴ്ചത്തേക്കാണ് പരിഗണിക്കുക. സാധാരണഗതിയിൽ കസ്റ്റഡി പൂർത്തിയാക്കിയ ശേഷമാണ് ജാമ്യ ഹർജി പരിഗണിക്കുക. പക്ഷേ ഇന്നത്തേക്കാണ് ജാമ്യ ഹർജി വെച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിലാണ് പരിഗണിക്കാതിരുന്നത്. അത് സാങ്കേതിക നടപടിയാണ്. കൃത്യമായ പ്രോസസിന്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടി എടുത്തിരിക്കുന്നത്. നിലവിൽ രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോസിക്യൂഷൻ 3 ദിവസത്തേക്ക് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് വരെയാണ് രഞ്ജിത്തിന്റെ കസ്റ്റഡി. രഞ്ജിത്ത് കോടതിയിൽ പറഞ്ഞത് തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് നടുവിനടക്കം ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കോടതി തന്നെ പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂർ കഴിയുമ്പോൾ രഞ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ വിടുന്ന സമയത്ത് പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ഈ കേസിലെ തെളിവെടുപ്പ് നടപടിയിലേക്കാണ് കടക്കേണ്ടത്. ആ തെളിവെടുപ്പ് നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് ഇപ്പോൾ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പ് നടക്കുക ഈ കാരവനിലാണ്. കാരവനിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് പരാതി, പെൺകുട്ടിയുടെ പരാതി. അതുകൊണ്ട് തന്നെ ആ കാരവാൻ ഇതിനോടകം സീസ് ചെയ്ത് കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. ആ കാരവാനിൽ എത്തിച്ച് രഞ്ജിത്തിനെ തെളിവെടുപ്പ് നടത്തണം. അതോടൊപ്പം വിശദമായി ചോദ്യം ചെയ്യണം. എന്താണ് ഇതിന്റെ സാഹചര്യം, ഈ പരാതിയിൽ പറഞ്ഞതിന്റെ വസ്തുത, അതോടൊപ്പം തന്നെ ഈ രഹസ്യമൊഴിയിൽ ചില തെളിവുകൾ, ചില കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുള്ള നടപടി. അതിന് ഈ 3 ദിവസങ്ങളിൽ ഈ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ തെളിവെടുപ്പും നടക്കും. അതിനുശേഷം ചൊവ്വാഴ്ചയായിരിക്കും രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഈ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതി പരിഗണിക്കുക. രഞ്ജിത്തിന് വേണ്ടി അഭിഭാഷകനായ എസ് രാജീവാണ് എത്തിയത്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഇത് 354 പഴയ 354 പ്രകാരമുള്ള കേസാണ്. പരമാവധി ശിക്ഷ 5 വർഷമാണ്. ജനുവരിയിലാണ് ഈ കേസിന്റെ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പക്ഷേ പരാതി വരുന്നത് മാർച്ചോടെ എത്തുമ്പോഴാണ്. ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. കസ്റ്റഡി അപേക്ഷയെ എതിർത്തിരുന്നില്ല, കാരണം കസ്റ്റഡിയിൽ വിടുക എന്നുള്ളൊരു സ്വാഭാവിക നടപടിയാണ്. പക്ഷേ എന്നാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ കോടതി കസ്റ്റഡി അപേക്ഷ അനുവദിക്കുകയായിരുന്നു. രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലായിരിക്കും കൂടുതൽ വിശദാംശങ്ങളും വാദങ്ങളിലേക്കൊക്കെ പോകുക. ആ ജാമ്യ ഹർജിയെ SIT എതിർക്കുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരിക്കും. സാധാരണഗതിയിൽ രഞ്ജിത്തിന്റെ ജാമ്യ ഹർജിയെ എതിർക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 3 ദിവസത്തെ കസ്റ്റഡി ലഭിക്കുന്നു. പരമാവധി എടുത്ത് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ പൂർത്തിയാക്കാൻ പ്രോസിക്യൂഷന് സമയമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ചൊവ്വാഴ്ച പരിഗണിക്കുന്ന ജാമ്യ ഹർജിയിൽ അതിൽ അത്ര കാര്യമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ വേണമെങ്കിൽ മാത്രമേ ആ ജാമ്യ ഹർജിയെ എതിർക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് പോവുകയാണ്. രഞ്ജിത്തിനെ ഈ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് നേരെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി അതിനുശേഷം വനിതാ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുപോകുക. വനിതാ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്.